ബയോകെമിസ്ട്രി, ന്യൂക്ലിയോടൈഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ്. നമുക്കറിയാം നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ അതായത് ഡി എൻ ഉണ്ടാക്കിയിരിക്കുന്നത് 2 പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ കൊണ്ടാണ്. എന്താണ് ഈ പോളി ന്യൂക്ലിയോടൈഡ്? അതായത് കുറെ ന്യൂക്ലിയോടൈഡുകൾ ഇങ്ങനെ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് വഴി ജോയിൻ ചെയ്താണ് പോളി ന്യൂക്ലിയോടൈഡ് ആയിരിക്കുന്നത്. അതുപോലുള്ള 2 പോളി ന്യൂക്ലിയോടൈഡ് ചേർന്നിട്ടാണ് ഈ ഒരു ഡി എൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ന്യൂക്ലിയോടൈഡുകളെ കുറിച്ചാണ്. ഈ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് 3 കമ്പോണൻസ് കൊണ്ടാണ്. ഏതൊക്കെയാണ്? നൈട്രജൻ ബേസ്, പെൻഡോസ് ഷുഗർ, ഫോസ്ഫോറിക് ആസിഡ്. അങ്ങനെ ഈ 3 കമ്പോണൻസുകൾ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? നമ്മളുടെ ഈ ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസ് ആണ്. ഈ ഒരു നൈട്രജൻ ബേസിൽ എന്താണ് ഉള്ളത്? നൈട്രജൻ ബേസിലാണ് പ്യൂരിൻസും പിരമിഡിൻസും ഉള്ളത്. ഓക്കെ, ഇനി പെൻഡോസ് ഷുഗർ എങ്ങനെയാണ്? പെൻഡോസ് ഷുഗർ എന്ന് പറയുന്നത് RNA കേസിലുള്ള ഷുഗർ റൈബോസ് ഷുഗറും DNA കേസിലാണെങ്കിലോ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഓക്കെ, ആൻഡ് ഈ ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡ് ആണ്. സോ നമ്മളുടെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ഒരു ആസിഡിക് മോളിക്യൂൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ന്യൂക്ലിയോടൈഡ്സിന്റെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് എന്താ നോക്കാം. അതിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ് എന്ത്? മോണോമറിക് റിപ്പിറ്റേറ്റീവ് യൂണിറ്റ് ഫോർ ന്യൂക്ലിക് ആസിഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ DNA കേസിൽ എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ആണ്. ഇതിങ്ങനെ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് വഴി ജോയിൻ ചെയ്താണ് DNA ഉണ്ടായിരിക്കുന്നത്. RNA കേസിൽ റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആണ്. അതും ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് വഴിയാണ് RNA ഫോം ചെയ്യുന്നത്. ഇതിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എനർജി കറൻസി ആണ്. അതായത് നമ്മൾ ഈ ഒരു ട്രാൻസ്ലേഷൻ ഒക്കെ പഠിക്കുമ്പോൾ ATP, GTP ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ എന്തെന്നാണ്? ഇതൊക്കെ ന്യൂക്ലിയോടൈഡ്സിന്റെ ഇതാണ്. ഓക്കെ, അപ്പൊ എനർജി കറൻസി ആയിട്ട് ഉപയോഗിക്കുക. അതുപോലെ നമ്മൾ ഫോസ്ഫോലിപ്പിഡ് ബയോസിന്തസിസ് പഠിക്കുമ്പോൾ CTP കുറിച്ച് പറയുന്നുണ്ട്. ഈ CTPയും ഒക്കെ എന്താണ്? ന്യൂക്ലിയോടൈഡ്സ് ആണ്. ആൻഡ് ഗ്ലൈക്കജൻ ബയോസിന്തസിസിലുള്ള UTP ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എനർജി കറൻസിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ നോക്കുക. എന്താണ്? കോ എൻസൈംസ്. അതായത് ആക്ടസ് കോ എൻസൈംസ്. ഇപ്പോ NAD, NADP ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതിലൊക്കെ 2 ന്യൂക്ലിയോടൈഡ്സ് ആണ് ഉള്ളത്. FADയുടെ കേസ് ആണെങ്കിൽ അതിന് 1 ന്യൂക്ലിയോടൈഡ് ആണ് ഉള്ളത്. അപ്പൊ ഈ NAD, FAD ഇങ്ങനെയുള്ള കോ എൻസൈംസുകളൊക്കെ ന്യൂക്ലിയോടൈഡ് ആണ്. ആൻഡ് സെക്കൻഡറി മെസഞ്ചേഴ്സ്. അപ്പൊ ഈ ന്യൂക്ലിയോടൈഡ്സ് എന്താണ്? അവർക്ക് സെക്കൻഡറി മെസഞ്ചർ എന്നുള്ള ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. ഇപ്പൊ സൈക്ലിക് AMP, സൈക്ലിക് GMP ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ന്യൂക്ലിയോടൈഡ്സിന്റെ സെക്കൻഡറി മെസഞ്ചർ രൂപത്തിലുള്ള ഫംഗ്ഷൻസുകളാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് പറയുന്നത്? മോണോമറിക് റിപ്പിറ്റേറ്റീവ് യൂണിറ്റ് ഫോർ ന്യൂക്ലിക് acid, energy currencies ആയിട്ട് ഉപയോഗിക്കുക. They act as a coenzymes, they act as secondary messengers. ഇതൊക്കെ എന്താണ്? All these comes under functions of nucleotides. ഓക്കെ, നമുക്ക് ഈ ഒരു നൈട്രജൻ ബേസസ് അതായത് പ്യൂരിൻസിന്റെയും പിരമിഡ്സിന്റെയും സ്ട്രക്ചേഴ്സ് നോക്കാം. സോ ഫസ്റ്റ് പ്യൂരിൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്യൂരിൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് 2 റിങ്സ് ഉണ്ട്. ആ 2 റിങ്സ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു റിംഗ് എന്ന് പറയുന്നത് 6 മെമ്പർ റിംഗ് ആണ്. മറ്റേതെന്ന് പറയുന്നത് ഒരു 5 മെമ്പർ റിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 6 മെമ്പർ റിംഗിനെ ഡയാസിൻ എന്നും 5 മെമ്പർ റിംഗിനെ ഇമിഡാസോൾ റിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ ഒരു 6 മെമ്പർ റിംഗ് എന്ന് പറയുന്നത് അതിന്റെ നമ്പറിംഗ് പോയാക്കണത് എങ്ങനെയാണ് നോക്കിക്കേ. ആന്റി ക്ലോക്ക് വൈസ് ആണ്. കണ്ടോ, 1 2 3 4 ആ രീതിയിൽ ഒരു ആന്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് ആ ഡയറക്ഷൻ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്പറിംഗ് പോയേക്കുന്നത്. ഇനി 5 മെമ്പർ റിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് രീതിയിലാണ് നമ്പറിംഗ് പോയേക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പൊ നോക്കിയേ 1 2 3 4 5 6 7 8 9 കണ്ടോ, ഈ രീതിയിലാണ് ഇതിന്റെ നമ്പറിംഗ് വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റിന് പ്യൂരിൻസിലെ അഡിനിനെ കുറിച്ച് നോക്കാം. ഈ അഡിനിൻ എന്ന് പറയുന്നത് 6 അമിനോ പ്യൂരിൻ ആണ് അഡിനിൻ. അതായത് 6th പൊസിഷനിൽ ഒരു അമിനോ ഗ്രൂപ്പ് വരുന്നുണ്ട്. അതാണ് അഡിനിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ അഡിനിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 അമിനോ പ്യൂരിൻ. ഇനി അടുത്തത് ഹൈപ്പോസാന്തിൻ. ഹൈപ്പോസാന്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ അഡിനിൻ പറഞ്ഞപ്പോൾ 6th പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് ആയിരുന്നു. അവിടെ ഓക്സോ ഗ്രൂപ്പ് വരുമ്പോഴാണ് എന്ത് വരുന്നത്? ഹൈപ്പോസാന്തിൻ. അതായത് അമിനോയ്ക്ക് പകരം ഓക്സോ ഗ്രൂപ്പ് വരുന്നതാണ് ഹൈപ്പോസാന്തിൻ. 6 ഓക്സോ പ്യൂരിൻ എന്നാണ് ഹൈപ്പോസാന്തിനെ പറയുന്നത്. ഇനി അടുത്തത് ഗ്വാനിന്റെ സ്ട്രക്ചർ നോക്കാം. ഗ്വാനിന്റെ സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
2 അമിനോ 6 ഓക്സോ പ്യൂരിൻ ആണ്. അതായത് രണ്ടാമത്തെ പൊസിഷനിൽ അമിനോ വരുന്നുണ്ട് ആൻഡ് 6th പൊസിഷനിൽ ഓക്സോ ഗ്രൂപ്പും വരുന്നുണ്ട്. അതാണ് ഗ്വാനിന്റെ പ്രത്യേകത. 2 അമിനോ 6 ഓക്സോ പ്യൂരിൻ, അതാണ് ഗ്വാനിൻ എന്ന് പറയുന്നത്. ഇനി സാന്തിൻ, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു അമിനോ ഗ്രൂപ്പ് പോയിട്ട് പകരം ഓക്സോ ഗ്രൂപ്പ് വരും. അതായത് രണ്ടാമത്തെ പൊസിഷനിലും ആറാമത്തെ പൊസിഷനിലും ഓക്സോ ഗ്രൂപ്പ് വരും. അപ്പൊ അതിന്റെ പേരെന്ത് വരും? 2,6 രണ്ടെണ്ണമില്ല, അപ്പൊ ഡൈ ഓക്സോ പ്യൂരിൻ എന്ന് പറയും. 2,6 ഡൈ ഓക്സോ പ്യൂരിൻ. ഇനി നോക്കിക്കേ, ഈ ഹൈപ്പോസാന്തിനും സാന്തിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഹൈപ്പോസാന്തിന് ഒരു ഓക്സിജൻ ഉള്ളൂ, പക്ഷെ സാന്തിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് 2 ഓക്സിജൻ, 2 ഓക്സോ ഗ്രൂപ്പ്സുകൾ പ്രസന്റ് ആണ്. അപ്പൊ ഹൈപ്പോസാന്തിന് ഒരു ഓക്സോ ഗ്രൂപ്പ് ഉള്ളെങ്കിൽ സാന്തിന് എന്താണ്? 2 ഓക്സോ ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഇനി അടുത്തത് യൂറിക് ആസിഡ്. ഈ ഒരു സാന്തിൻ ഓക്സിഡൈസ് ചെയ്ത് 3 ഓക്സോ ഗ്രൂപ്പ് വരുന്നതാണ് യൂറിക് ആസിഡ്. അതായത് രണ്ടാമത്തെ പൊസിഷനിലും ആറാമത്തെ പൊസിഷനിലും 8ാമത്തെ പൊസിഷനിലും ഓക്സോ ഗ്രൂപ്പ് വരും. സോ ഈ ഒരു യൂറിക് ആസിഡിന്റെ പേര് എങ്ങനെ വരും? 2,6,8 ട്രൈ ഓക്സോ പ്യൂരിൻ, അതാണ് യൂറിക് ആസിഡ്. ഈ ഒരു കഫീൻ എന്ന് പറയുന്നതും പ്യൂരിൻസിൽ വരുന്നതാണ്. അപ്പൊ പ്യൂരിൻസിൽ വരുന്ന ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അഡിനിൻ, ഹൈപ്പോസാന്തിൻ, ഗ്വാനിൻ, സ്വാന്തിൻ, യൂറിക് ആസിഡ്, കഫീൻ. ഇനി അടുത്തത് നമ്മൾ പിരമിഡിന്റെ സ്ട്രക്ചറാ പഠിക്കുന്നത്. പിരമിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആകെ ഒരു റിംഗ് ഉള്ളൂ. ആ ഒരു ഡയാസിൻ റിംഗ് എന്ന് പറയുന്ന റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സിംഗിൾ ഹെട്രോസൈക്ലിക് ഡയാസിൻ റിംഗ് മാത്രമേ പിരമിഡ്സിന് ഉള്ളൂ. അവർക്ക് ഇമിഡാസോൾ റിംഗ് ആബ്സെന്റ് ആണ്. ഓക്കെ, ഇനി ഇവരുടെ നമ്പറിംഗ് എങ്ങനെയായിരുന്നു? നമ്പറിംഗ് ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ നമ്പറിംഗ് ശ്രദ്ധിക്കുക. പ്യൂരിൻസിന്റെ കേസിൽ അവരുടെ ഡയാസിൻ റിംഗ് ആന്റി ക്ലോക്ക് വൈസ് ആയിരുന്നു. പക്ഷെ പിരമിഡിന്റെ കേസിൽ എന്താണ്? ഇവരുടെ ഡയാസിൻ റിംഗ് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സൈറ്റോസിൻ, അതായത് പിരമിഡിന്റെ ഉള്ള സൈറ്റോസിന്റെ സ്ട്രക്ചർ നോക്കാം. ഈ സൈറ്റോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഫോർത്ത് പൊസിഷനിലാണ് അമിനോവും സെക്കൻഡ് പൊസിഷനിൽ കീറ്റോവും വരുന്നതാണ് സൈറ്റോസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് യുറാസിൽ നോക്കാം. യുറാസിലിന്റെ 4th അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിലും ഡബിൾ ബോണ്ട് ഉണ്ട്. ഇതേ സെയിം തന്നെയാണ് തൈമിന്റെ കേസിൽ, അവർക്കും 4th സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യുറാസിലും തൈമിൻ തമ്മിലുള്ള സ്ട്രക്ചറിലുള്ള വ്യത്യാസം എന്താണ്? ഈ യുറാസിലിന്റെ 5th പൊസിഷനിൽ മെത്തിലേറ്റ് ചെയ്യുമ്പോഴാണ് തൈമിൻ വരുന്നത്. മനസ്സിലായത്? അതായത് തൈമിന്റെ 5th പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോഴാണ് എന്താവുന്നത്? തൈമിൻ ആവുന്നത്. യുറാസിലിന്റെ 5th പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് ഇല്ല, ബട്ട് തൈമിന്റെ ആ ഒരു 5th പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ പ്യൂരിൻസും പിരമിഡിൻസും.